ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 മാർച്ച് മാസം 20-ാം തീയതി, മീനമാസം 7-ാം തീയതി, വ്യാഴാഴ്ച. സമയം രാവിലെ 6 മണി. സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം റെക്കോർഡുകൾ സ്ഥാപിച്ച് കുതിക്കുകയാണ് സ്വർണ്ണവില. കഴിഞ്ഞ ദിവസം 66,000 രൂപ മറികടന്ന് സർവകാല റെക്കോർഡിൽ എത്തിയ സ്വർണം ഇന്നലെയും ഉയർന്നു. പവന് 320 രൂപയും ഗ്രാമിന് 40 രൂപയും ഉയർന്ന സ്വർണം പുതിയ റെക്കോർഡ് വിലയായ പവന് 66,320 രൂപയിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപാരം പുരോഗമിക്കുന്നത്. ഈ മാസം ഇതുവരെ 2,000 രൂപയോളമാണ് ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ വില വർദ്ധിച്ചത്. അന്താരാഷ്ട്ര മാർക്കറ്റിലും ചരടുപൊട്ടിയ പട്ടം പോലെ പറന്നുയരുന്ന സ്വർണ്ണവില ഇന്നലെ രാവിലെ $3,035 പരിധിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുന്ന സ്വർണ്ണവില വരും ദിവസങ്ങളിൽ ഉയരാനുള്ള സാഹചര്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ നിലവിലുള്ളത്. അതിനാൽ തന്നെ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അല്പം കൂടെ കാത്തിരിക്കുന്നത് ലാഭകരമാകും. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $3,033. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,043 രൂപ, ഒരു പവൻ 72,349 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 6,782 രൂപ, ഒരു പവൻ 54,261 രൂപ. സംസ്ഥാനത്ത് നിന്ന് 916 സ്വർണ്ണവില 1 ഗ്രാം 8,290 രൂപ, ഒരു പവൻ 66,320 രൂപ. ഇന്ന് സംസ്ഥാനത്ത് വെള്ളിവില 1 ഗ്രാം 112 രൂപ, 1 കിലോ 1,12,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്